പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വന്തമായി വാർഡ് ഉപയോഗിച്ചു, വോട്ടർ പട്ടിക കൃത്യമായി വെട്ടിക്കുറിച്ചു, നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ എല്ലാം ചെയ്തു. എന്നിട്ടും കേരളത്തിൽ വൻപിച്ച ഭൂരിപക്ഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF നേടിയെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഏതായാലും നിങ്ങൾക്ക് ഈ കേരളത്തിലെ ഭരണവർഗത്തിന് അല്ലെങ്കിൽ CPM ലീഡർഷിപ്പിന് അല്ലെങ്കിൽ CPM LDF ലീഡർഷിപ്പിന് എന്തോ പാളിച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ സംഭവം കാണാൻ സാധിക്കൂ. അതുകൊണ്ട് മന്ത്രി വീണ കണ്ണൂർ ആശുപത്രിയിൽ കിടക്കുന്നു. ഇന്ന് സ്കാനിങ് വേണമെന്ന് പറയുന്നു. പരിഹാരത്തേക്ക് മാറ്റി. ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ അതാലോചിക്കണം. നിങ്ങൾ ആ TV കാണണം, ആ ഫുട്ടേജ് നിങ്ങൾ പരിശോധിക്കണം. ഒന്നും കാണുന്നില്ല. RPF പറഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ RPFന്റെ നിയന്ത്രണത്തിലാണ്. RPF പറഞ്ഞു ഒന്നും അടുത്തുപോലെ എത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ നാടകം ആർക്ക് വേണ്ടിയാണ്? അതാ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. സ്പീക്കറുടെ ഉപദേശമാണ് ആശുപത്രിയിൽ കിടക്കാൻ എന്നുള്ളതാണ്. അല്ല, സ്പീക്കറാണ് സത്യം പറഞ്ഞാൽ ഈ ആശുപത്രിയിൽ കിടക്കാൻ അഡ്വൈസ് സ്പീക്കറാണെന്ന് ഞാൻ കേട്ടത്. കാരണം സ്പീക്കറാണല്ലോ. ഇപ്പൊ സ്പീക്കർ സഭയിൽ സ്പീക്കർ നിയന്ത്രിക്കും പോലെ പുറത്തും അവർ നിയന്ത്രിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് സത്യം പറഞ്ഞ് സംസാരിച്ചു, അങ്ങനെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് SFIക്കാർ ഉണ്ടാക്കുന്ന ഒരു വേലയുണ്ട്. അതുപോലെ മന്ത്രിയാകാവോ നിങ്ങൾ ആലോചിക്കണം. മന്ത്രി എന്ന് പറഞ്ഞാൽ അതിന്റെ തലം എന്താ, അതിന്റെ ഉയരം എന്താ? ഇതിപ്പോ മന്ത്രിയുടെ ഉയരം പോലെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്നലെ മുഴുവൻ സമയവും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിപക്ഷം. ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാം നടന്നു? ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗാന്ധിയെ പോലെ ജീവിച്ച ഒരാൾ, അതിന് കല്ലെറിഞ്ഞില്ലേ? അന്ന് KC ജോസഫ് സാക്ഷിയാവാൻ കാരണമാണ്. നിങ്ങൾ അറിയിക്കണം. അതിന് പരിക്ക് പറ്റി. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കയറി അടിച്ചു പറവൂരിൽ. പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഹൗസിൽ ഉള്ളിൽ കയറി ബഹളമുണ്ടാക്കിയ DYFIക്കാർ എന്തെങ്കിലും കേസെടുത്തോ? അത് ഗവൺമെന്റ് CPM ആലോചിക്കണം. ഈ പോക്ക് എങ്ങോട്ടാന്ന് ആലോചിക്കണം. കയ്യൂക്ക് കാണിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പ് പിടിക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നെന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നു, പഠിക്കുന്നു. ഇതിന്റെ കൃത്യമായി തിരിച്ചടി ഉണ്ടാകും. അത് ബാലറ്റ് പേപ്പറിൽ കൂടിയായിരിക്കും തിരിച്ചടി. ഞങ്ങൾ ഗാന്ധിയൻ മാർഗത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റ് പറഞ്ഞു, ഏതെങ്കിലും ദേശക്കാരൻ മന്ത്രിയുടെ മേൽ തൊട്ടെന്ന് വന്നാൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇന്ന് എല്ലാ പത്രവും കാണിച്ചു, CCTVയിൽ എവിടെയും കാണുന്നില്ല. എവിടുന്നാണ് പരിക്ക് പറ്റിയത് ആർക്കും അറിയില്ല. ഈ സംഭരണം കഴിഞ്ഞ് ചിരിച്ച് പത്രക്കാർ സംസാരിച്ച മന്ത്രി വളരെ പെട്ടെന്ന് സ്പീക്കറെ കണ്ടപ്പോൾ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്ക പട്ടണമാണോ കേരളം? നിങ്ങൾ ആലോചിക്കണം. സാക്ഷരത കൊണ്ടും സംസ്കാരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഏറ്റവും മുമ്പിലുള്ള കേരളത്തിൽ ഇത് എന്താ സംഭവിക്കുന്നത് ആലോചിക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായി തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ നാടകം എല്ലാവരും കണ്ടുകഴിഞ്ഞു. ഈ നാടകത്തിന് ഒരു അന്ത്യമുണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. ആ അന്ത്യം എന്ന് പറയുന്നത് വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും. അതുകൊണ്ട് അതിന് തയ്യാറെടുപ്പിന്റെ ഭാഗമായി കൂടി ഈ അനുസ്മരണ സമ്മേളനം കാണണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത്. കോൺഗ്രസിനെയും UDFിനെയും തിരിച്ചു കൊണ്ടുവരാൻ ശങ്കരമക്കലിന്റെ ഓർമ്മകൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ശങ്കരമക്കൽ DC പ്രസിഡന്റ് ആയിരുന്നു, KPC ഭാരവാഹിയായിരുന്നു, പിന്നെ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. എല്ലാ തലങ്ങളിലും ഇരുന്നു കൊണ്ട് ആ മന്ത്രിയുടെ പക്വത അല്ലെങ്കിൽ ആ മന്ത്രിയുടെ സ്ഥാനത്തിന്റെ വലിപ്പം കൃത്യമായി കാത്തു സൂക്ഷിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ശങ്കരമക്കൽ. അതുകൊണ്ട് തീർച്ചയായും ശങ്കരമക്കലിന്റെ ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഇവിടെ KCയെ പുരസ്കാരം നൽകി ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി കാര്യമായി ഞാൻ കാണുന്നു.